ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്, നിങ്ങൾ മനസ്സിൽ ഏറ്റവും കൂടുതലായിട്ട് സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അവരുടെ ഒരു മനസ്സിലേക്ക് വരുന്ന ഒരു തോട്ട്സ്, ചിന്തകളൊക്കെ ഏത് രീതിയിലാണ് എന്നുള്ളതാണ്. അപ്പോ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആകണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാനിതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതുമാണ്. അപ്പോൾ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ ഒരു വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ചെയ്ത് തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോ ട്രീഡറിൽ നിന്നും ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കാം. അതിലൂടെ നല്ല ഒരു ഗൈഡൻസും അതുപോലെ തന്നെ നല്ലൊരു ക്ലാരിറ്റിയും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയെ നിങ്ങളുടെ മനസ്സിലേക്ക് ഓർക്കുക. അവരുടെ പേര് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് മനസ്സിൽ പറയുക. അവരുടെ മുഖം മനസ്സിലേക്ക് ഓർക്കുക. നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള നല്ല നല്ല മൊമെന്റ്സ്, കാര്യങ്ങൾ ഇതെല്ലാം നിങ്ങളുടെ മൈൻഡിലേക്ക് കൊണ്ടുവരിക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പൊ ഇതാണ് ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് നമുക്കിവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അവരുടെ ഒരു തോട്ട്സ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോ സ്പ്രെഡ് ആയിട്ട് തന്നെ ആദ്യമേ തന്നെ പറയാം. ആദ്യമേ തന്നെ ഇവിടെ വന്നിരിക്കുന്നത് 5 ഓഫ് സോൾസിന്റെ എനർജിയാണ്. 5 ഓഫ് സോൾസ് ഇവിടെ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ഇവരുടെ ആ ഒരു സ്വന്തം ലൈഫിന് സെൽഫ് ആയിട്ടുള്ള സന്തോഷങ്ങൾക്ക് പ്രാധാന്യം നൽകിയിട്ട് നിങ്ങളിൽ നിന്ന് മാറിപ്പോയിരിക്കുന്ന വ്യക്തികളാണ്. റിലേഷൻഷിപ്പിലെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ എന്ത് സെലക്ട് ചെയ്യണം എന്നുള്ളൊരു ഓപ്ഷൻ ഇവരുടെ മുന്നിലേക്ക് എത്തിയ സമയത്ത് ഇവര് നിങ്ങളെ മാറ്റി നിർത്തിയിട്ട് ഇവരുടേതായ സന്തോഷങ്ങൾ കണ്ടെത്തി നിങ്ങളിൽ നിന്ന് പോയിരിക്കുന്നവരാണ്. ഒരു കംഫർട്ട് സോൺ നോക്കിയിട്ട് തന്നെയാണ് ഇവർ നിങ്ങളിൽ നിന്ന് മാറിപ്പോയിരിക്കുകയും ചെയ്യുന്നത്. എന്നാൽ ഈ ഒരു സമയത്ത് ഇവരുടെ ലൈഫിൽ ഇവർക്ക് അപ്രതീക്ഷിതമായിട്ട് ഒരുപാട് തിരിച്ചടികൾ നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ അവർ എവിടെയാണോ അവരുടെ ഒരു കംഫർട്ട് സോൺ എന്നുള്ള രീതിക്ക് നിങ്ങളിൽ നിന്ന് മാറിപ്പോയത് ആ ഒരു സ്ഥലത്ത് അവർക്ക് യഥാർത്ഥമായിട്ടുള്ള ഒരു ജെനുവിനിറ്റി കാണാനായിട്ട് സാധിച്ചിട്ടില്ല. ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ഒരു മായാലോകത്തിലേക്ക് അകപ്പെടുന്നത് പോലെയാണ് മാറിപ്പോയിരിക്കുന്നത്. എന്നുവെച്ചാൽ നിങ്ങളെക്കാൾ കൂടുതലായിട്ട് ഒരു സന്തോഷം അല്ലെങ്കിൽ ഒരു സമൃദ്ധി എല്ലാം അവർക്ക് ലഭിക്കും എന്നുള്ള ഒരു മൂഢമായ ചിന്താഗതിയിൽ നിങ്ങൾ ഇന്ന് വിട്ടുപോയവരാണ്. പക്ഷേ ഇപ്പൊ അവർക്ക് അതിന്റെ സത്യമായിട്ടുള്ള കാര്യങ്ങൾ അവരുടെ മുന്നിലേക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ആ ഒരു കാര്യങ്ങൾ അവരിലേക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അവർ പോയി നിന്ന ആ ഒരു സ്ഥലത്ത് ഇപ്പൊ അവർക്ക് പൂർണ്ണമായിട്ടും മനസ്സുറച്ച് നിൽക്കാനായിട്ട് സാധിക്കുന്നില്ല. കാരണം നിരന്തരമായിട്ട് ഇവരുടെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇവരെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു അലട്ടലിൽ നിന്ന് ഇവർ റിയലൈസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇവർക്ക് തെറ്റിപ്പോയി, ഇവരുടെ ഡിസിഷൻ എല്ലാ രീതിക്കും wrong ആയിരുന്നു. അല്ലെങ്കിൽ ആ ഒരു സെൽഫിഷ് ആയിട്ടുള്ള കാര്യങ്ങളിൽ തീരുമാനം എടുത്ത കാര്യത്തിൽ നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ റിഗ്രറ്റ് ഫീൽ വരുന്നുണ്ട്. ഒരുതരം ഡിപ്രസ്ഡ് സ്റ്റേജിലാണ് ഇവരിപ്പോ മുന്നോട്ടേക്ക് പോകുന്നത്. പക്ഷെ ആ ഒരു ഇമോഷൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇവർ നിങ്ങളിലേക്ക് പ്രകടിപ്പിക്കാനുള്ള സാധ്യതകളില്ല. ഈ ഒരു സമയം നിങ്ങളുടെ പേഴ്സന്റെ വിവരങ്ങളൊക്കെ നിങ്ങൾ അറിയുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരിക്കലും ഈ ഒരു പേഴ്സന്റെ മനസ്സിൽ ഈ ഒരു ഫീലിങ്സ് നടക്കുന്നുണ്ട് എന്നുള്ളത് തിരിച്ചറിയാൻ സാധ്യതയില്ല. കാരണം ഇവിടെ വന്നിരിക്കുന്നത് തന്നെ 8 ഓഫ് സോൾസ് ആണ്. ഇവരുടെ ഇമോഷൻസ് എല്ലാവിധ കാര്യങ്ങളും ഇവരായിട്ട് തന്നെ നിയന്ത്രിച്ച് വെച്ചിരിക്കുകയാണ്. മറ്റൊരു വ്യക്തിയോ കാര്യങ്ങളോ അല്ല ഇവരെ നിയന്ത്രിക്കുന്നത്. ഇവര് തന്നെയാണ് നിയന്ത്രിച്ച് വെച്ചിരിക്കുന്നത്. കാരണം വേദനിപ്പിച്ച് പോയവരായത് കൊണ്ടിട്ട് ഇനി ഇവർ ഈ ഒരു കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യുന്നത് നിങ്ങൾ അറിയുവാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും നിങ്ങൾ അവരോട് പ്രതികരിക്കുക എന്നുള്ള ഒരു കോംപ്ലക്സ് കാര്യങ്ങളൊക്കെ ഇവരുടെ ഉള്ളിൽ നിൽക്കുന്നുണ്ട്. എങ്കിലും മനസ്സുകൊണ്ട് ഇവർ നിങ്ങളെ ഒന്ന് കോണ്ടാക്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, നിങ്ങളുടെ സൗണ്ട് ഒന്ന് കേൾക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് അല്ലെങ്കിൽ നിങ്ങളൊരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലൊക്കെ നിൽക്കാനായിട്ട് തുടങ്ങിയിട്ട് ചിലപ്പോൾ കുറച്ച് നാളുകൾ ആയിട്ടുണ്ടാവാം, കുറച്ച് മാസങ്ങളോളം ആയിട്ടുണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നിങ്ങളോട് സംസാരിക്കണം എന്ന് ഇവർ ആഗ്രഹിക്കുന്നത്. ഇവർ തന്നെ ആയിരിക്കാം ചിലപ്പോൾ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടും ഉണ്ടാവുക. എങ്കിൽ ആ ഒരു ബ്ലോക്ക് മാറ്റണം എന്നുണ്ട്, നിങ്ങളോടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുണ്ട്. അവരുടെ ഒരു വേദനകളാണെന്നുണ്ടെങ്കിലും അവർ മനസ്സിലാക്കിയിരിക്കുന്ന സത്യങ്ങളാണെന്നുണ്ടെങ്കിലും നിങ്ങളോട് ഷെയർ ചെയ്യണം. ഇതെല്ലാം ഇവരുടെ ഉള്ളിൽ ഇപ്പോ ഇങ്ങനെ തളം കെട്ടി നിൽക്കുകയാണ്. ആ ഒരു പെയിൻ ഇവർക്ക് ഒരു രീതിയിലും താങ്ങാനായിട്ട് സാധിക്കുന്നില്ല. അതിൽ നിന്ന് എത്രയും വേഗം ഒന്ന് പുറത്ത് കടക്കണം, ഈ ഒരു സിറ്റുവേഷനെയൊക്കെ ഒന്ന് ലെറ്റ് ഗോ ചെയ്ത് മുന്നോട്ടേക്ക് വരണം എന്നുള്ള ചിന്താഗതികളൊക്കെ തന്നെയാ മൈൻഡിൽ നിൽക്കുന്നത്. അതോടൊപ്പം നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇവരുടെ മനസ്സിലേക്ക് വരുന്ന ഫസ്റ്റത്തെ ഒരു തോട്ട് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിരിക്കുന്നത് 9 ഓഫ് കപ്സ് ആണ്.
നിങ്ങൾ അവർക്ക് കൊടുത്തിരിക്കുന്ന സ്നേഹം, കെയറിങ്, സപ്പോർട്ട് ഇതിലെല്ലാം തന്നെ നിങ്ങളുടെ പേഴ്സൺ വളരെ സാറ്റിസ്ഫൈഡ് ആണ് എന്നുള്ളൊരു എനർജിയിലേക്ക് ഇപ്പൊ മാറുകയാണ്. വഴക്കും പ്രശ്നങ്ങളും വന്ന സമയത്തോ അല്ലെങ്കിൽ നിങ്ങൾ ചീറ്റ് ചെയ്തിട്ട് മാറിപ്പോയിരിക്കുന്ന സമയത്തോ ഒന്നും തന്നെ അവർ എക്സ്പ്രസ് ചെയ്യാതിരുന്ന അല്ലെങ്കിൽ അവർ മനസ്സിലാക്കാൻ ശ്രമിക്കാതിരുന്ന കാര്യങ്ങള് വളരെയധികം പൂർവാധികം ശക്തിയോടുകൂടി തന്നെ നൊസ്റ്റാൾജിയ കാർഡാണ്. ആ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ഓർക്കുകയും നിങ്ങൾ അവർക്ക് കൊടുത്തിരിക്കുന്ന ആ ഒരു സ്നേഹം കാര്യങ്ങളൊക്കെ ഇപ്പൊ മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം അവർക്ക് ആ ഒരു കോൺഫിഡൻസ് ലഭിക്കുന്നുണ്ട്. കോൺഫിഡൻസ് ലഭിക്കുക എന്ന് പറയുമ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ലൈഫിൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ആ ഒരു കെയറിങ്ങോ സ്നേഹമോ ഒന്നും പോലെ മറ്റാരും അവർക്ക് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ വരുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷൻ. ടു ഓഫ് കപ്സ് ഇവിടെ വന്നിരിക്കുന്നത് കൊണ്ടിട്ട് ഈ ഒരു പേഴ്സൺ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് തരാനായിട്ടൊക്കെ നിന്ന വ്യക്തികളാണ്. ചിലപ്പോൾ നിങ്ങളൊരു മാരേജിലേക്കൊക്കെ പോകാൻ നിന്നവരായിരിക്കും. ചിലവരെ സംബന്ധിച്ചിടത്തോളം ഫാമിലി ആയിട്ട് പോകുന്നവരും ആയിരിക്കും. ഏത് രീതിയിലുള്ള ബന്ധമാണെന്നുണ്ടെങ്കിലും ഒരു കമ്മിറ്റ്മെന്റോട് കൂടി തന്നെ ആ ഒരു സത്യമായ നീതി പുലർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ടേക്ക് പോകണം എന്ന് ആഗ്രഹിച്ചിരുന്നവരാണ്. പക്ഷേ ഇവർക്ക് ആ ഒരു കാര്യം വാക്ക് പാലിക്കാനായിട്ട് സാധിച്ചിട്ടില്ല അല്ലെങ്കിൽ അവരത് ചെയ്തിട്ടില്ല. കാരണം ഇവിടെ ചീറ്റിംഗ് എനർജി വന്നിരിക്കുന്നത് കൊണ്ടിട്ട് അവർ ആ വാക്ക് പാലിക്കാതെ നിങ്ങൾ വാക്ക് പാലിച്ച് ഇവരുടെ കൂടെ നിന്നിട്ടുണ്ടെങ്കിലും ഇവര് അതിൽ നിന്നും കാല് മാറിപ്പോയിട്ടുണ്ട്. ഒരു രണ്ട് വെള്ളത്തിൽ കാല് ചവിട്ടി നിൽക്കുന്ന എനർജി ആദ്യ സമയത്ത് കാണിച്ചിട്ടുമുണ്ട്. പിന്നെ പിന്നെ അവർ അവരുടേതായ ഒരു കംഫർട്ട് സോണിലേക്ക് മാറിയും പോയിട്ടുണ്ട്. പക്ഷേ സ്ട്രെങ്ത് എനർജി ആണ് വന്നിരിക്കുന്നത്. ഇപ്പൊ ഇവര് മനസ്സുകൊണ്ട് നിങ്ങൾക്ക് അർഹമായ സ്നേഹം നിങ്ങൾക്ക് തന്നെ നൽകണം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ഘടന കൊണ്ടുവരണം എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. ആ ഒരു ഘടനയിലൂടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ആ ഒരു സ്റ്റക്നെസ് കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ആ ഒരു നീതിപൂർവ്വം തന്നെ നിങ്ങളോട് പെരുമാറിക്കൊണ്ട് ഇതിലൊരു ഫുൾഫിൽമെന്റ് തന്നെ കൊണ്ടുവരണം. ഈ ഒരു രീതിക്കാണ് ചിന്തിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇവരുടെ ലൈഫിൽ ഇവർക്ക് അപ്രതീക്ഷിതമായിട്ട് നിരന്തരമായിട്ട് നേരിടേണ്ടി വന്നിരിക്കുന്ന ഈ ഒരു പ്രശ്നങ്ങൾ അവരുടെ ലൈഫിൽ ഇപ്പോ വൈകാരികപരമായ അവരുടെ ജീവിതത്തിലായിക്കൊള്ളട്ടെ അവരുടെ ഒരു ജോലി സ്ഥലങ്ങള് കാര്യങ്ങള് ഫാമിലി എന്ത് കാര്യങ്ങളിലാണെന്നുണ്ടെങ്കിലും ഇവർക്ക് ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റ് ചെയ്തായിട്ട് വരുന്ന ഒരു ബ്ലോക്കേജസ് ഉണ്ട്. അപ്പൊ അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് അവരുടെ ലൈഫിലേക്ക് വന്നിരിക്കുന്ന ഈ ഒരു പ്രശ്നങ്ങൾ മുഖേനയാണ് അവർ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും എന്നുള്ള കാര്യങ്ങൾ. അപ്പൊ അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയിരിക്കുന്നത് ഇവരുടെ കൂടെയുള്ള വ്യക്തികൾ പോലും ഇവർക്ക് ശത്രുക്കളായിട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇവർ അറിഞ്ഞിരിക്കുന്ന ഒരു കാര്യങ്ങളാണിത്. അതിൽ പിടിച്ചാണ് ഇവർ ബാക്കിലേക്കുള്ള ഓരോ കാര്യങ്ങളും ആഴത്തിൽ അറിയാൻ ശ്രമിച്ചിരിക്കുന്നത്. അങ്ങനെ വന്നപ്പോഴാണ് അവർക്ക് ആ ഒരു ക്ലാരിറ്റി ലഭിച്ചിരിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലും ഒരുപാട് തെറ്റിദ്ധാരണകളൊക്കെ ഇവരുടെ മുന്നിലേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ ആ ഒരു തെറ്റിദ്ധാരണകളും കാര്യങ്ങളും എല്ലാം കൂടെ വന്നപ്പോൾ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്ന സിറ്റുവേഷൻ വന്നപ്പോഴാണ് അവർ നിങ്ങളെ ഒഴിവാക്കി കളഞ്ഞിരിക്കുന്നത്. ആ ഒരു സ്വാർത്ഥതാ മനോഭാവം ചീറ്റിംഗ് എനർജി ഇവിടെ കാണിക്കുന്നുണ്ടെങ്കിലും അവരുടെ ആ ഒരു തെറ്റിദ്ധാരണയിൽ അല്ലെങ്കിൽ ആ ഒരു മായാലോകത്ത് അവർ അകപ്പെട്ട് പോയിരിക്കുന്നത് കൊണ്ടിട്ടാണ് അവർ അങ്ങനത്തെ ഒരു തെറ്റായ ഡിസിഷൻ എടുത്തിരിക്കുന്നത്. അപ്പൊ മനഃപൂർവ്വം ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സൈഡിൽ അവർ സ്വാർത്ഥതയിൽ ചിന്തിച്ചു എന്നുണ്ടെങ്കിൽ പോലും അതൊരു തെറ്റിദ്ധാരണയുടെ ഭാഗമായിട്ടാണ് കൂടുതലും ചിന്തിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ പല പ്രലോഭനങ്ങൾക്ക് ഇവർ വഴങ്ങിപ്പോയിട്ടുണ്ട്. ആ സമയത്തൊന്നും നിങ്ങളുടെ സ്നേഹം ഇവർ കണ്ടില്ല എന്ന് നടിച്ചിട്ടുമുണ്ട്. ഓക്കെ, അപ്പൊ ആ ഒരു രീതിയിലാണ് കാണിക്കുന്നത്. അപ്പൊ ഈ ഒരു കർമ്മ എന്ന് പറയുന്ന സൈക്കിള് അവരുടെ ആ ഒരു ടൈമിലേക്ക് എത്തിയപ്പോൾ അവർക്ക് അടിച്ചിരിക്കുന്ന ഈ ഒരു തിരിച്ചടിയിലൂടെ അല്ലെങ്കിൽ ആ ഒരു ഡിവൈൻ ടൈമിൽ എത്തിയപ്പോൾ അവർക്ക് നേരിടേണ്ടി വന്നിരിക്കുന്ന ഈ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഈ ഒരു പ്രശ്നങ്ങളിലൂടെ അവർ റിയലൈസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ബന്ധത്തിൽ വന്നിരിക്കുന്ന ആ ഒരു ഡിസ്ട്രാക്ഷൻ അല്ലെങ്കിൽ ആ ഒരു കോൺഫ്ലിക്റ്റ് ഇതെല്ലാം നിങ്ങളുടെ തെറ്റുകൊണ്ടല്ല അല്ലെങ്കിൽ ഇവര് മറ്റു പലരുടെ വാക്കുകൾ കേട്ടിട്ട് അതിലേക്ക് മയങ്ങി പോയിരിക്കുന്നത് കൊണ്ടാണ്. അപ്പൊ ആ ഒരു കാര്യങ്ങളിലെല്ലാം സഡൻ ആയിട്ട് തന്നെ ഒരു ചേഞ്ച് കൊണ്ടുവരേണ്ടത് സ്വന്തമായിട്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ആണ് എന്നുള്ളത് മനസ്സിലാക്കുന്നുണ്ട്. ഇതുവരെ അവര് അവരുടെ ഒരു തീരുമാനങ്ങൾക്കനുസരിച്ച് തന്നെയാണ് മുന്നോട്ടേക്ക് പോയിരുന്നത് എന്നുണ്ടെങ്കിൽ ചില സമയങ്ങൾ വന്നപ്പോൾ മറ്റ് പല കാര്യങ്ങളിലേക്കും അഡിക്ഷൻ വന്നിട്ട് ഇവർ മാറിപ്പോയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇനി മുന്നോട്ടേക്ക് സ്വന്തം ഇൻറ്റ്യൂഷൻ അനുസരിച്ച് തന്നെ പ്രവർത്തിക്കണം. ആ ഒരു ഇൻറ്റ്യൂഷനിലൂടെ തന്റെ കാഴ്ചപ്പാടുകൾ തന്നെ ആദ്യം മാറ്റാനായിട്ട് ശ്രമിക്കണം എന്നുള്ള ഒരു മനോഭാവത്തിലേക്കും കൂടെ ഇവർ എത്തിയിരിക്കുകയാണ്. ലൈഫ് എന്ന് പറയുമ്പോൾ അത്ര സ്മൂത്ത് ആയിട്ടുള്ള ഒരു ജേർണി അല്ല. ചില കാര്യങ്ങളിൽ സാക്രിഫൈസോ കാര്യങ്ങളൊക്കെ വേണ്ടി വരും. അപ്പൊ ഇവരുടെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ഇവർ പിടിക്കുന്ന ആ ഒരു മുയലിന് മൂന്ന് കൊമ്പ് എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പൊ അവർ അതിലൊക്കെ ഒരു അയവ് വരുത്താനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അവരെ ആ ഒരു അവരുടെ ലൈഫിൽ അവർക്ക് നേരിടേണ്ടി വന്നിരിക്കുന്ന ആ ഒരു പ്രശ്നങ്ങൾ കാര്യങ്ങളിലൂടെ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ പേഴ്സൺ ആ ഒരു ക്യാരക്ടറിൽ നിന്നൊക്കെ വിട്ടു പോന്നു തുടങ്ങിയിട്ടുണ്ട്. ഹാങ്ഡ് മാൻ ആണ് വന്നിരിക്കുന്നത്. ഇതുവരെ അവർ stuck ആയിട്ട് നിന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു ബന്ധത്തിൽ അവർ യാതൊരുവിധ ആക്ഷൻസോ കാര്യങ്ങളോ ഒന്നും എടുക്കാതെ അനങ്ങാതെ നിന്നവരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു സമയത്ത് അവരുടെ ആ ഒരു പോയിന്റ് എന്ന് പറയുന്ന ആ ഒരു വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി മാറ്റങ്ങൾ വന്നിട്ട്
മറ്റൊരു തലത്തില് ഈ ഒരു ബന്ധത്തെ കാണാനും അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹം, ആ ഒരു ട്രൂത്ത് ഇതെല്ലാം ഇവർക്ക് മനസ്സിലാക്കിയിരിക്കുന്നത് കൊണ്ടിട്ടും ആ ഒരു പഴയ ഓർമ്മകളിലേക്കൊക്കെ ഇവര് പോയിട്ട് എല്ലാ രീതിയിലും ഇനി സ്വന്തം മനസ്സ് പറയുന്ന അനുസരിച്ച് മാത്രം വേണം പ്രവർത്തിക്കാൻ എന്നുള്ള രീതിയിലേക്ക് മാറിയിരിക്കുകയാണ്. ഒരു സമയത്ത് നിങ്ങളാണ് ഈ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ഒരുപാട് മാനിഫെസ്റ്റേഷൻ പോലുള്ള കാര്യങ്ങൾ, പ്രാർത്ഥന, വഴിപാടുകൾ, നിങ്ങളുടേതായ വിശ്വാസം പിന്തുടർന്ന് മുന്നോട്ടേക്ക് വന്നിരുന്നവര് എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തി നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ്. അവർ നിങ്ങളെ വാച്ച് ചെയ്യാനായിട്ട് തുടങ്ങിയിരിക്കുകയാണ്. അവരുടെ ലൈഫിലേക്ക് ഒരുപാട് സ്നേഹത്തോടു കൂടി അവർ നിങ്ങളെ ഓർക്കുന്നുണ്ട്. ഇമോഷൻസ് ഒന്നും കാണിക്കുന്നില്ല എങ്കിൽ പോലും മനസ്സുകൊണ്ട് അവർ നിങ്ങളിലേക്ക് ഒരുപാട് അട്രാക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണിത്. ഈ ഒരു പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഇവർ ഇത്രത്തോളം പ്രശ്നങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തന്നെ ഇവർക്കൊരു ചിലപ്പോൾ ഇവരുടെ ലൈഫിൽ ഇവർ ഇതിനു മുമ്പ് ഇവർക്കൊരു പാസ്റ്റ് ഉണ്ടായിരുന്നിരിക്കണം. ഇവരുടെ ലൈഫിൽ നിങ്ങൾക്ക് മുമ്പ് മറ്റൊരു വ്യക്തി ഉണ്ടായിരിക്കണം. അപ്പൊ അവിടുന്ന് അവർക്ക് കിട്ടിയിരിക്കുന്ന ചില ട്രോമാസ്, കാര്യങ്ങള് ഇതെല്ലാം വെച്ചിട്ടായിരിക്കും ഇവർ നിങ്ങളെയും വിലയിരുത്തിയിരിക്കുന്നത്. കൂട്ടത്തിൽ മറ്റു പല വ്യക്തികളും നിങ്ങളുടെ ബന്ധത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അപ്പൊ ചിലവരെ സംബന്ധിച്ചിടത്തോളം ഫാമിലി ആയിരിക്കാം തേർഡ് പാർട്ടി ആയിട്ട് നിൽക്കുന്നത്. മറ്റു ചിലരെ സംബന്ധിച്ചിടത്തോളം ഫ്രണ്ട്സ്, കാര്യങ്ങൾ ആര് വേണമെങ്കിലും ആകാം. അപ്പൊ അങ്ങനത്തെ ഒരു വ്യക്തികൾ പറയുന്ന അനുസരിച്ചിട്ട് നിങ്ങളുടെ ബന്ധത്തിൽ പ്രവർത്തിക്കാൻ ഇവർ എപ്പോഴാണോ തുടങ്ങിയത് അപ്പോൾ മുതലായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആ ഒരു പാളിച്ചകൾ വന്നു തുടങ്ങിയിരിക്കുന്നത്. ആ ഒരു ജഗ്ലിംഗ് എനർജിയിലേക്ക് നിങ്ങളുടെ ബന്ധം മാറിയിരിക്കുന്നത്. അപ്പൊ അവരുടെ ബിഹേവിയർ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ക്യാരക്ടർ കാര്യങ്ങളിലൊക്കെ അവർ പറ്റിയിരിക്കുന്ന തെറ്റുകളൊക്കെ ഇപ്പൊ അവർ പൂർവാധികം മനസ്സോടുകൂടി സ്വീകരിക്കാൻ തയ്യാറാകുന്നുണ്ട്. ഇതുവരെ അവർ അംഗീകരിക്കാനോ കാര്യങ്ങൾക്കോ ഒന്നും തയ്യാറെടുത്തിട്ടുണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ അവർ മനസ്സുകൊണ്ട് സ്വന്തം തെറ്റുകളൊക്കെ അംഗീകരിച്ച് തന്നെയാണ് നിൽക്കുന്നത്. അതോടൊപ്പം നിങ്ങളുടെ ബന്ധത്തിൽ ആ ഒരു പ്രോഗ്രസ് വേണം, മുന്നോട്ടേക്ക് ഇതിനെ കൊണ്ടുപോകണം. അപ്പൊ ഇതുവരെ നിൽക്കുന്ന സിറ്റുവേഷൻസ് എല്ലാം പൂർണ്ണമായിട്ടും അവിടെ ഡെത്ത് ആകണമെന്നും നിങ്ങൾക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പിനും അല്ലെങ്കിൽ ഇവർക്കും മൊത്തത്തിലൊരു ട്രാൻസ്ഫോർമേഷൻ വേണമെന്ന് ആഗ്രഹിക്കുകയാണ്. അവരുടെ സിറ്റുവേഷൻ അല്ലെങ്കിൽ അവരിപ്പോ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ഡിപ്രസ്ഡ് സ്റ്റേജിൽ നിന്നും കംപ്ലീറ്റ്ലി ലെറ്റ് ഗോ ചെയ്യണമെന്നും അതിലൂടെ നിങ്ങളിലേക്ക് കടന്നു വരണം. ആ ഒരു പൂർവാധികം ശക്തിയോടുകൂടി തന്നെ ആ ഒരു പവർ വീണ്ടെടുത്ത് തന്നെ നിങ്ങളിലേക്ക് എത്തണം എന്ന് ആഗ്രഹിക്കുകയാണ്. പവർ വീണ്ടെടുക്കുക എന്ന് പറയുമ്പോൾ പഴയ ഒരു വ്യക്തിയായിട്ടല്ല ഇവർ വരാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് പോലെയുള്ള നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരു പേഴ്സൺ. ഓക്കെ, ആ ഒരു മനസ്സിലാക്കാനുള്ള മനസ്സോടുകൂടി തന്നെ വരാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഈ ഒരു സെപ്പറേഷൻ സ്റ്റേജ് ഈ ഒരു സമയത്താണ് ഇവർക്ക് ആ ഒരു വേദനകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു ബ്രോക്കൺ സിറ്റുവേഷൻ ആണ്, ഒരു ഹേർട്ട് ബ്രോക്കൺ സിറ്റുവേഷൻ ഇവരിപ്പോൾ ഫേസ് ചെയ്യുന്നുണ്ട്. ലവ് ആൻഡ് സെപ്പറേഷൻ ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് മനസ്സുകൊണ്ട് പ്രണയിച്ച വ്യക്തികളായിരിക്കും. ആ ഒരു പ്രണയം തുടങ്ങിയ സമയത്ത് നിങ്ങൾ രണ്ടുപേരും മാത്രം അറിഞ്ഞ് മുന്നോട്ടേക്ക് പോയവരാണ്. പക്ഷെ മറ്റ് പല വ്യക്തികളും കാര്യങ്ങളൊക്കെ ബന്ധത്തിലേക്ക് വന്നപ്പോഴാണ് ഈ ഒരു സെപ്പറേഷൻ സ്റ്റേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ പോയി നിൽക്കുന്നത്. ചിലവരെ സംബന്ധിച്ചിടത്തോളം ഫാമിലി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഡിവോഴ്സ് സ്റ്റേജിലൊക്കെ ആയിരിക്കും ഇപ്പൊ നിൽക്കുന്നത്. ചിലവരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കമ്മിറ്റ്മെന്റിലേക്ക്, മാരേജിലേക്കൊക്കെ പോകാൻ നിന്നിട്ട് പാതി വഴിക്ക് മുറിഞ്ഞൊരവസ്ഥ അങ്ങനെയൊക്കെ ആയിരിക്കും നിൽക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് എന്നുണ്ടെങ്കിലും ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഒരുപാട് ഡ്രെയിൻ ചെയ്യുന്നുണ്ട്. അവരുടെ ലൈഫിലേക്ക് നിങ്ങൾ തന്നെ വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ മറ്റൊരു പേഴ്സണെയും ആ ഒരു സ്ഥാനത്ത് ഇവർക്ക് കാണാൻ സാധിക്കുന്നില്ല. ഇപ്പൊ തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്കൊക്കെ പോയവരാണെന്നുണ്ടെങ്കിൽ പോലും ഇവർക്ക് അവിടെ ഇവർ ആഗ്രഹിച്ചതുപോലെ അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ആ ഒരു സ്നേഹവും കാര്യങ്ങളും കിട്ടിയില്ല, അല്ലെങ്കിൽ അതൊന്നും യാഥാർത്ഥമായിട്ടുള്ള സ്ഥലമല്ല എന്നൊരു തിരിച്ചറിവൊക്കെ വന്നപ്പോഴാണ് നിങ്ങളുടെ ഓർമ്മകൾ വന്നിരിക്കുന്നത്. അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ സ്ഥാനത്തേക്ക് ഇവർക്ക് മറ്റാരെയും കാണാൻ കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അതുപോലെ ഇതുവരെ അവർ നിങ്ങളുടെ അടുത്ത് ഒരു അപ്പോളജിയോ കാര്യങ്ങളോ ഒന്നും ചെയ്യാത്ത വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് അവർ നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പൊ അവരുടെ മനസ്സിൽ ആ ഒരു ഫീലിങ്സ് ആണെന്നുണ്ടെങ്കിലും എന്ത് തെറ്റാണെന്നുണ്ടെങ്കിലും അവർ ചെയ്തിരിക്കുന്ന ആ ഒരു ഇമോഷൻസ് എല്ലാം നിങ്ങളിലേക്ക് തുറന്ന് തന്നെ സംസാരിക്കണം. അതോടൊപ്പം നിങ്ങളോട് ആ ഒരു ക്ഷമാപണം നടത്തുകയും വേണം. ഇവർക്ക് ഒരുപാട് ഗിൽറ്റ് ഫീൽ ഉണ്ട്, റിഗ്രറ്റ് ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഇവരുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഇമോഷൻസ് ഒക്കെ ഒരു പരിധി വരെ നിയന്ത്രിച്ച് വെച്ചിരിക്കുകയാണ്. എങ്കിലും ആ ഒരു പൂർണ്ണ മനസ്സോടുകൂടി തന്നെ മാപ്പ് പറയണം എന്നുള്ളൊരു ചിന്താഗതി തന്നെയാണ് ഉള്ളിൽ നിൽക്കുന്നത്. അതുപോലെ പാസ്റ്റിലേക്ക് നോക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇവർ തിരിച്ചറിയുന്നുണ്ട്. അതിലൂടെയാണ് ചില കാര്യങ്ങൾ സഫർ ചെയ്യേണ്ടി വരും, എന്ന് വെച്ചാൽ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും എന്നുള്ളതൊക്കെ തിരിച്ചറിയുന്നത്. നിങ്ങൾ തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു വിക്ടിം ആയിട്ടുണ്ട് എന്നുള്ളത് ഇവർ മനസ്സിലാക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇവര് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആ ഒരു ട്രോമ എന്ന് പറയുന്നത്, നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു പേഴ്സണിലേക്ക് അത്രത്തോളം സ്നേഹവും കാര്യങ്ങളൊക്കെ കൊടുത്ത് അഡിക്റ്റ് ആയിട്ട് നിന്നവരായിരിക്കും. അഡിക്ഷൻ എന്ന് പറയുമ്പോൾ അത്രയും നിങ്ങൾ ഇവരെ ട്രസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും.
നിങ്ങളുടെ ലൈഫിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പാസ്റ്റ് ഒക്കെ ഉള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാവിധ പ്രതീക്ഷകളോടും കൂടി നിങ്ങൾ കാലെടുത്ത് വെച്ചവരാണ്. പക്ഷെ നിങ്ങൾ അപ്രതീക്ഷിതമായിട്ട് നേരിടേണ്ടി വന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളെ ഒരുപാട് ട്രോമയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പൊ ഇവര് കാരണം നിങ്ങൾ അനുഭവിക്കേണ്ടി വന്നിരുന്ന ആ ഒരു പ്രശ്നങ്ങള് കാര്യങ്ങളെ കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ ഇവരുടെ മനസ്സിപ്പോ ഒരുപാട് ലോസ്റ്റിലേക്ക് പോയി. ഇവരെ തന്നെ ഇവർക്ക് നഷ്ടപ്പെടുന്ന ഒരു എനർജിയിലേക്ക് പോകുന്നുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങളെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ തുടങ്ങിയിരിക്കുന്ന ഒരു വ്യക്തിയെ തന്നെ നമുക്ക് ഈ ഒരു സ്പ്രെഡിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു ട്രൂത്ത്, ആ ഒരു ക്ലാരിറ്റി ഇതെല്ലാം ഇവരിലേക്ക് വന്നിരിക്കുന്നത് കൊണ്ടിട്ടാണ് സ്വന്തം intuition അനുസരിച്ച് മാത്രമേ ഇനി പ്രവർത്തിക്കൂ എന്നുള്ള ഒരു ദൃഢനിശ്ചയത്തിലേക്ക് ഇവർ എത്തിയിരിക്കുന്നത്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിക്കൊള്ളട്ടെ, ഫാമിലി ആരും ആയിക്കൊള്ളട്ടെ, എല്ലാവരും പറയുന്നത് കേൾക്കുമെങ്കിലും ഇനി ഈ ഒരു റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യത്തിൽ ഇവരുടെ മനസ്സനുസരിച്ച് മാത്രമേ ഇവർ പ്രവർത്തിക്കുകയുള്ളൂ. കാരണം അവർക്ക് നിങ്ങളെ ഇപ്പൊ മനസ്സിലാകുന്നുണ്ട്. പൂർണ്ണമായിട്ടും അവർ നിങ്ങളെ മനസ്സിലാക്കുന്നുണ്ട്. അവരുടെ മനസ്സിലുള്ള യഥാർത്ഥ സ്നേഹം കാര്യങ്ങളെല്ലാം തന്നെ ആ ഒരു എക്സ്പ്രസ് ചെയ്ത് തന്നെ അറിയിക്കണം എന്നാണ് ചിന്തിക്കുന്നത്. ഇതുവരെ അവർ ഇമോഷൻസ് ഒന്നും ഒരു ലിമിറ്റിൽ കൂടുതൽ എക്സ്പ്രസ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് അതെല്ലാം എക്സ്പ്രസ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അതിലൂടെ നിങ്ങളുടെ ബന്ധത്തിൽ ഒരു സക്സസ് വേണം എന്നൊരു ചിന്ത അവരുടെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ട്. ഇനി പാസ്റ്റിലേക്ക് കൂടുതലായിട്ട് പോകണ്ട, ഈ ഒരു പ്രസന്റ് സിറ്റുവേഷനിൽ തന്നെയാണ് മുന്നോട്ടേക്ക് പോകേണ്ടത്. എങ്കിൽ മാത്രമാണ് ആ ഒരു ഹാപ്പി ഔട്ട്കം ഇതിൽ നിന്ന് ലഭിക്കുകയുള്ളൂ. ഇതിന്റെ ഒരു അച്ചീവ്മെന്റ് എന്ന് പറയുന്നത് ആ ഒരു ഫുൾഫിൽമെന്റ് തന്നെയാണ്. അപ്പൊ ആ ഒരു ഹാപ്പിനെസ് ഈ ഒരു ബന്ധത്തിൽ കൊണ്ടുവരണമെങ്കിൽ പാസ്റ്റ് വീണ്ടും എടുത്തിട്ട് കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ അതൊരിക്കലും ഭംഗിയാവില്ല. അപ്പൊ ആ ഒരു പാസ്റ്റ് കാര്യങ്ങളെല്ലാം അതുപോലെ ഇവരുടെ സിറ്റുവേഷൻസ് കാര്യങ്ങള് അതായത് ഇപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം ആ ഒരു കമ്മ്യൂണിക്കേഷനിലൂടെ പറഞ്ഞു തീർത്തതിന് ശേഷം പിന്നീട് അങ്ങോട്ട് ഈ ഒരു പ്രസന്റ് സിറ്റുവേഷനിൽ മാത്രം മുന്നോട്ടേക്ക് പോവുക. അതുപോലെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് കാര്യങ്ങൾ എന്തൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അതൊന്നും നിങ്ങളുടെ ബന്ധത്തിലേക്ക് അടുപ്പിക്കാതിരിക്കുക. കംപ്ലീറ്റ്ലി അവരെ എല്ലാം തന്നെ റെസ്ട്രിക്ട് ചെയ്ത് അവിടെ നിർത്തണം. കാരണം എങ്കിലാണ് നിങ്ങളുടെ ബന്ധത്തിൽ ആ ഒരു സ്ട്രക്ചർ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ഇവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ ഇവർക്ക് ഒരു മെച്യൂരിറ്റി കൈ വന്നിട്ടുണ്ട്. മെച്യൂരിറ്റി എന്ന് പറയുമ്പോൾ ഓൾറെഡി മെച്യൂരിറ്റി ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു ബന്ധത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇവർ അത്ര ആക്റ്റീവ് അല്ലായിരുന്നു. അല്ലെങ്കിൽ നിങ്ങളാണ് ഇതിന്റെ കാര്യങ്ങളെല്ലാം നന്നായിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഒരു റിലേഷൻഷിപ്പിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു കാര്യങ്ങളിലേക്ക് ഇവർ അത്ര ഫോക്കസ്ഡ് ആയിട്ടില്ല. അല്ലെങ്കിൽ ആ ഒരു കളിതമാശ പോലെയൊക്കെ എടുത്തവരായിരിക്കും. പക്ഷെ ഇപ്പൊ ഇവര് ആ ഒരു സ്ട്രക്ചർ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് തന്നെ ഏറ്റെടുത്ത് ചെയ്യാൻ തന്നെയാണ് തീരുമാനിക്കുന്നത്. ആ ഒരു ഡിസിഷൻ മനസ്സുകൊണ്ട് ഇവർ എടുക്കുകയാണ്. അതുപോലെ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ആ ഒരു ടോക്സിക് ആയിട്ടുള്ള സിറ്റുവേഷൻസ് കാര്യങ്ങൾ ഇതെല്ലാം ഓർക്കുമ്പോഴും അതുപോലെ ഇവരിപ്പോ നിങ്ങൾ നേരിട്ട കാര്യങ്ങളെല്ലാം മറ്റൊരു സ്ഥലത്തിൽ നിന്ന് അല്ലെങ്കിൽ മറ്റൊരു അനുഭവത്തിലൂടെ ഇവർ നേരിടുന്നുണ്ട്. അപ്പൊ ഇവരും അതൊക്കെ ഫേസ് ചെയ്തിരിക്കുന്നതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പൊ അവർ സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്നത്. അപ്പൊ അതിൽ നിന്നെല്ലാം പൂർണ്ണമായിട്ടും ലെറ്റ് ഗോ ചെയ്യണമെന്ന് ചിന്തിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളെ വാച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന പെയിൻ കാര്യങ്ങൾ എല്ലാം ഇവർ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഈ ഒരു പേഴ്സൺ തിരിച്ചറിയുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ മനസ്സിന്റെ വേദനയൊക്കെ ഇവരെയും ഒരുപാട് ആ ഒരു പെയിൻഫുൾ ആയ എനർജിയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടിട്ട് വളരെയധികം പാഷനേറ്റോട് കൂടി തന്നെ ഇനി ആ ഒരു ന്യൂ സ്റ്റാർട്ടിങ് നിങ്ങളുടെ ബന്ധത്തിൽ കൊണ്ടുവരണമെന്നും അതുപോലെ നമുക്കിവിടെ ബോട്ട് ഓഫ് ദി ഡെക്ക് ആയിട്ട് ജസ്റ്റിസ് വന്നിട്ടുണ്ട്. നിങ്ങൾക്കൊരു നീതി നടപ്പിലാക്കണം. ആ ഒരു നീതിപൂർവ്വം തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കൊണ്ടുപോകണം. ഈ ഒരു രീതിക്കൊക്കെയാണ് ചിന്തിക്കുന്നത്. ഇവിടെ നമുക്ക് സെവൻ ഓഫ് പെന്റിക്കിൾസ് വന്നിരിക്കുന്നതുകൊണ്ട് വളരെയധികം ഒരു നഷ്ടബോധത്തോടു കൂടിയാണ് ഈ ഒരു വ്യക്തി ഇപ്പോ ഈ ഒരു ബന്ധത്തെ നോക്കി കാണുന്നത്. പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു പോയോ എന്നൊരു ചിന്തയും ഇവരുടെ ഉള്ളിലുണ്ട്. കാരണം ചിലപ്പോൾ ഒരു കുറച്ച് സമയമായിരിക്കുന്നത് കൊണ്ട് കുറേയധികം മാസങ്ങളൊക്കെ ചിലപ്പോൾ ആയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇനിയും ഈ റിലേഷൻഷിപ്പ് പാച്ചപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളൊരു ടെൻഷനൊക്കെ ഇവരിലുണ്ട്. അപ്പൊ പൂർണ്ണമായിട്ടും നിങ്ങളെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ, നിങ്ങൾ ഇപ്പോഴും ഇവർക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നുണ്ടോ എന്നുള്ള ഒരു ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും പൂർണ്ണ മനസ്സൊന്നും അറിയാൻ സാധിക്കില്ലല്ലോ. ഇപ്പോഴും നിങ്ങൾ ചിലപ്പോൾ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ പറയുന്നുണ്ടായിരിക്കും ഈ ഒരു വ്യക്തിയെ കുറിച്ച്. അപ്പൊ നിങ്ങളുടെ വേദന കാര്യങ്ങളൊക്കെ ഇവർക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിലും മനസ്സ് എന്താന്നുള്ളത് ഇവർക്ക് തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. അപ്പൊ ആ ഒരു നഷ്ടബോധവും വേദനയും എല്ലാം കൊണ്ടിട്ടാണ് വളരെയധികം ഒരു അട്രാക്ഷൻ അവർക്ക് നിങ്ങളോട് ഈ ഒരു സമയത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിലൊരു പുതിയ തുടക്കം എന്ന് പറയുന്നത് യൂണിവേഴ്സ് ആയിട്ടായിരിക്കാം ഒരു പക്ഷേ അവരുടെ മുന്നിലേക്ക് തോന്നിപ്പിച്ചിരിക്കുന്നത് എന്നൊരു വിശ്വാസം ഇവരുടെ ഉള്ളിൽ വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ ഇവര് നിങ്ങളിലേക്ക് കടന്നു വരണം എന്നൊരു മനോഭാവത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവരുടെ ഒരു സോള് തന്നെയാണ് നിങ്ങൾ, അല്ലെങ്കിൽ ഇവര് തന്നെയാണ് നിങ്ങൾ എന്നുള്ള രീതിക്ക് ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇതുവരെ ഞാൻ നീ എന്നുള്ള രീതിക്കൊക്കെ മാറ്റി നിർത്തിയ വ്യക്തികളാണ്. ആ ഒരു സെൽഫിഷ്നെസിന്റെ ഭാഗമായിട്ട് അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആയിരുന്നു ഇവരുടേത്. അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു സമയത്ത് നമ്മൾ എന്നുള്ള രീതിയിലേക്ക് ഇവർ ചിന്തിക്കുകയാണ്. അതിന്റെ കാരണം എന്ന് പറയുന്നത് തീർത്തും ഒറ്റപ്പെട്ടാ ഇവർ നിൽക്കുന്നത്. ആ ഒരു ഡിപ്രസ്ഡ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ ആരും കൂടെ ഇല്ല.
അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇല്ലാത്തൊരു അവസ്ഥയാണെന്ന് വേണമെങ്കിൽ പറയാം. ഇവരുടെ ഇമോഷൻസ് അല്ലെങ്കിൽ ഇവരുടെ മനസ്സൊന്നും ആർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഇവർ പറയാനുള്ളത് പറഞ്ഞു കേട്ട് കഴിയുമ്പോൾ അവരെല്ലാവരും അവരുടേതായ സന്തോഷങ്ങളിലേക്കാണ് പോകുന്നത്. അങ്ങനെ വരുമ്പോഴാണ് ഇവർ റിയലൈസ് ചെയ്തിരിക്കുന്നത് പറയാനും കേട്ടിരിക്കാനും മാത്രമല്ല ഒരാൾ വേണ്ടത്, മനസ്സിലാക്കാനും കൂടെ ഒരാൾ വേണം. അപ്പൊ നിങ്ങൾ എന്ന് പറയുന്നത് ഇവർക്ക് കൊടുത്തിരിക്കുന്ന ആ ഒരു സപ്പോർട്ട് ആ ഒരു രീതിയിലായിരുന്നു. ബാക്കി ഇപ്പൊ ആരൊക്കെ അവരുടെ കൂടെ ഉണ്ടെങ്കിലും കേട്ടിരിക്കാൻ എന്നുള്ളതല്ലാതെ ആ ഒരു കേൾവി കേട്ടതിന് ശേഷം എല്ലാവരും അവരുടേതായ ലോകങ്ങളിലേക്കും അവരുടേതായ സന്തോഷങ്ങളിലേക്കും പോകുന്നുണ്ട്. ഇവർക്ക് മാത്രമാണ് നഷ്ടങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ സ്വന്തം നഷ്ടങ്ങൾ അവർ റിയലൈസ് ചെയ്യുകയും അതുപോലെ തന്നെ ആരൊക്കെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ ഒരു മൊമെന്റ് വന്നപ്പോൾ ഇവർ തീർത്തും ഒറ്റപ്പെട്ടു പോയി എന്നുള്ളൊരു പൂർണ്ണമായിട്ടുള്ള റിയാലിറ്റിയും മനസ്സിലാക്കിയിരിക്കുന്നത് കൊണ്ടിട്ട് ഇവര് നിങ്ങളുടെ ബന്ധത്തിലേക്ക് ഇപ്പോഴത്തെ സിറ്റുവേഷനെ എല്ലാം പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ intuition അനുസരിച്ച് പെരുമാറാനും. അതുകൊണ്ടാണ് അവർ ആ ഒരു ഹൈ വൈബ്രേഷനിലേക്ക് ഇപ്പോൾ സ്വയം എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ അവരുടെ ആ ഒരു എനർജി ലോസ് ആയി പോയി കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. അവരും ഡിപ്രസ്ഡ് സ്റ്റേജിലേക്ക് ഇപ്പോൾ ഓൾറെഡി നിൽക്കുകയാണ്. ഇനിയും ഡൗൺ സ്റ്റേജിലേക്ക് പോയാൽ ഒരുപക്ഷെ ഇത് പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു പോകും. ഇപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇവിടെ ഡിവോഴ്സിലേക്കൊക്കെ എത്തി നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി ഇനിയും ഒരു ആക്ഷനോ കാര്യങ്ങളോ ഒന്നും എടുത്തില്ല എന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും നിങ്ങൾ നഷ്ടപ്പെട്ടു പോകും എന്നൊരു ചിന്തയൊക്കെ ഇവരുടെ ഉള്ളിലുണ്ട്. അതോടൊപ്പം ആ ഒരു നൊസ്റ്റാൾജി എനർജി, ആ ഒരു പഴയ കാലങ്ങള് നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഒരു സമയത്ത് അവർ കാണാൻ ശ്രമിക്കാതിരുന്ന അല്ലെങ്കിൽ അവർ ഓർക്കാൻ ശ്രമിക്കാതിരുന്ന പല കാര്യങ്ങളും അവരിപ്പോ ഓർത്തെടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഒരു പേഴ്സന്റെ ഒരു കാര്യങ്ങൾ ഇവിടെ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ഒരിക്കലും അറിയാത്ത പല മാറ്റങ്ങൾ നിങ്ങളുടെ പേഴ്സണിൽ ഇപ്പം വന്നു തുടങ്ങിയിരിക്കുകയാണ്. ആ ഒരു റീയൂണിയന് വേണ്ടിയിട്ട് ഇവരായിട്ട് തന്നെ ആഗ്രഹിച്ചു തുടങ്ങിയിരിക്കുന്ന ഒരു അവസ്ഥ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പൊ ഈ ഒരു രീതിയിലൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ നിങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ ഇവർ ഈ ഒരു രീതിയിലൊക്കെയാണ് തോട്ട് ഇവരുടെ മൈൻഡിലേക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് വന്നിരിക്കുന്നത്. ഈ ഒരു പ്രസന്റ് സിറ്റുവേഷൻ നമുക്കിവിടെ കാണാൻ സാധിക്കും അട്രാക്റ്റീവ് എന്നുള്ളത്. കാരണം ഈ ഒരു ഇപ്പോഴത്തെ സമയത്ത് ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് ഒരുപാട് അട്രാക്റ്റ് ആകുന്നുണ്ട്. നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് കടന്നു ചെന്നതിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഇപ്പൊ ഇവർക്ക് ഒരുപാട് ഗ്രാറ്റിറ്റ്യൂഡ് ഇവർ പറയുകയാണ്. നിങ്ങൾ ഇവരുടെ ലൈഫിലേക്ക് തന്നല്ലോ എന്നുള്ള രീതിയിലേക്ക് ഈ ഒരു യൂണിവേഴ്സിന് തന്നെ ഇവർ ഒരുപാട് ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നുണ്ട്. എന്തൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിലും ഇമോഷൻസോ കാര്യങ്ങളോ ഒന്നും ഇപ്പൊ കാണിക്കാനുള്ള സാധ്യതകളില്ല. അപ്പൊ നിങ്ങളുടെ പേഴ്സന്റെ ഒരു എനർജി ആയിട്ട് നിങ്ങൾക്ക് ഇത് തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനെ പോസിറ്റീവ് ആയിട്ട് തന്നെ ക്ലെയിം ചെയ്യാവുന്നതാണ്. ഇപ്പൊ ചിലവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പറയാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഇങ്ങനെ തന്നെയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് അത് റിയലൈസ് ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങൾ അത് വിലയിരുത്താറായിട്ടില്ല. കാരണം ഇവിടെ ഇമോഷൻ കൺട്രോളിങ് നമുക്ക് വളരെയധികം വ്യക്തമായിട്ട് കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരുടെ മനസ്സിൽ നടക്കുന്ന കാര്യങ്ങൾ ഇവർ യാതൊരു രീതിയിലും പുറത്തേക്ക് കാണിക്കാൻ സാധ്യതകളില്ല. അപ്പൊ ഇങ്ങനത്തെ ഒരു പേഴ്സൺ ആണ് നിങ്ങളുടേത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിനെ ക്ലെയിം ചെയ്യാം. അപ്പൊ നമുക്ക് ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലൂസ് കൂടെ നോക്കാം. ചോദ്യം എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട്, ജി എന്നൊരു ലെറ്റർ, എസ് എന്നൊരു ലെറ്റർ, 31, എം എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്, 7 എന്നൊരു നമ്പർ വന്നിട്ടുണ്ട്, ആർ എന്നൊരു ലെറ്റർ, ഡിസംബർ മന്ത്, 36, 3 എന്നൊരു നമ്പർ, കെ എന്നൊരു ലെറ്റർ, വിത്തിൻ 3 months വന്നിട്ടുണ്ട്, അശ്വതി, 19, എം എന്നൊരു ലെറ്റർ അഗൈൻ വന്നിട്ടുണ്ട്, എ എന്നൊരു ലെറ്റർ, എ എന്നൊരു ലെറ്റർ അഗൈൻ വന്നിട്ടുണ്ട്, 10, എറണാകുളം ഡിസ്ട്രിക്റ്റ്, ജെ എന്നൊരു ലെറ്റർ, മെയ് എന്നൊരു മന്ത്, എം എന്നൊരു ലെറ്റർ, ലിബ്ര, എസ് എന്നൊരു ലെറ്റർ, ജെമിനി, ആലപ്പുഴ എന്നൊരു ഡിസ്ട്രിക്റ്റ് ആണ്, എം എന്നൊരു ലെറ്റർ, എം ഒക്കെ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്, എ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്, 1972. അപ്പൊ ഒരുപാട് ക്ലൂസ് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അതൊക്കെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പൊ ക്ലൂസ് മാത്രമല്ല ഇതിൽ വന്നിരിക്കുന്ന എനർജീസും സിറ്റുവേഷൻസും എല്ലാം നിങ്ങൾക്ക് കണക്ട് ചെയ്ത് നോക്കാവുന്നതാണ്.
റെസനേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാവുന്നതുമാണ്, ക്ലെയിം ചെയ്യാവുന്നതുമാണ്. തേർഡ് പാർട്ടി റിമൂവലിന് വേണ്ടിയിട്ടും നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.